കേരളീയരുടെ തീന്മേശയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ് മത്സ്യം. എന്നാൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ മത്സ്യവില കുതിച്ചുയരുകയാണ്. മത്തി, അയില തുടങ്ങിയ സാധാരണക്കാരന്റെ പ്രിയ മത്സ്യങ്ങൾ പോലും ഇപ്പോൾ വൻ വിലയാണ്. ഇത് കാരണം കുടുംബ ബജറ്റിന്റെ താളം തെറ്റുകയാണ്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ ജില്ലയിലെ മത്സ്യവിപണിയിൽ വില കുത്തനെ ഉയർന്നു. കേരളീയരുടെ പ്രിയ മത്സ്യങ്ങളായ മത്തിക്കും അയലക്കും ഉൾപ്പെടെ വിവിധ ഇനം മത്സ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് വലിയ വില വർധനവാണ് രേഖപ്പെടുത്തുന്നത്. വിപണിയിൽ മത്തിക്ക് കിലോക്ക് 300 മുതൽ 400 രൂപ വരെയും അയല, കൊഞ്ചൻ, കിളിമീൻ തുടങ്ങിയ മത്സ്യങ്ങൾക്ക് 400 മുതൽ 500 രൂപ വരെയുമാണ് വില. ഇത് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നതെന്ന് മത്സ്യം വാങ്ങാനെത്തിയ PM റഷീദ് പറഞ്ഞു. സാധാരണ നിലയിൽ നമുക്ക് ഒരു മാസം മുമ്പേ 100 രൂപക്ക് കിട്ടുന്ന മത്തി ഇപ്പോൾ 250 രൂപയാണ് വിലയുള്ളത്. ഇപ്പോൾ 100 രൂപക്ക് ഒരു 5-6 മത്തിയാണ് കിട്ടുക. അപ്പോൾ ഇന്നത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ മത്സ്യത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുകൊണ്ട് ജീവിക്കാൻ വലിയ പ്രയാസം നേരിടുന്നു. വില കൂടിയാലും മത്സ്യം വാങ്ങാതിരിക്കാൻ കഴിയില്ലെന്നും കുടുംബത്തിന്റെ ഭക്ഷണക്രമത്തിൽ മത്സ്യത്തിന് പ്രധാന സ്ഥാനമാണുള്ളതെന്നും N സമീറ പറഞ്ഞു. പൈസ കൂടുതലാണ് പറഞ്ഞു. നമ്മളെപ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട്. വില കൂടിയിട്ടും മീന് കുട്ടികൾക്കെല്ലാം സ്കൂളിലുള്ള കുട്ടികൾക്കെല്ലാം വേണ്ടുന്നതല്ലേ. മീന് വില കൂടിയാലും വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ. അതേസമയം വലിയ ഇനം മത്സ്യങ്ങളുടെ ലഭ്യത നിലവിൽ കുറവാണ്. തിരണ്ടി, സ്രാവ് തുടങ്ങിയ മത്സ്യങ്ങൾക്ക് തീപിടിച്ച വിലയാണ് വിപണിയിലുള്ളത്. നത്തലിനാണ് താരതമ്യേന വിലക്കുറവുള്ളത്. കിണവക്കലിലെ ഗോൾഡൻ ഫ്രഷ് ഫിഷ് ഉടമ B നൌഫൽ പറയുന്നതിങ്ങനെ: ഇപ്പോഴത്തെ സാഹചര്യം ട്രോളിംഗ് ആണ്. ട്രോളിംഗ് ആയതുകൊണ്ട് മീൻ വളരെ ടൈറ്റ് ആണ്. മീനാണ് അവിടെ ഇപ്പൊ കണ്ണൂര്, തലശ്ശേരിയിലാണ് മീൻ എടുക്കുന്നത്. മീന് ഭയങ്കര വിലയാണ്. അപ്പൊ വരുന്ന കസ്റ്റമർക്ക് ഇവിടെ വന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത്. അങ്ങനത്തെ വിലയാണ് അവിടെ. അങ്ങനത്തെ വില ആയതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ വലിയ ലാഭമൊന്നും എടുക്കാണ്ട് ഇപ്പൊ കച്ചവടം ചെയ്യുന്നത്. ഇന്ന് മത്തിക്ക് 250 ഞങ്ങൾ വിൽക്കുന്ന വില. പക്ഷെ അതിന് വിറ്റിട്ടൊന്നും ഒരു ഇതും ഇല്ല. അതിലും കൂടുതലാണ് എല്ലാവരും വിൽക്കുക. പിന്നെ അയില 240 ഇന്ന് വെക്കുന്നത്, ചെറിയ അയില. മീഡിയം അയില 320 രൂപ. തെരണ്ടിക്ക് ഇന്ന് 500 രൂപ തെരണ്ടി വെക്കുന്നത്. നമ്മൾ ഇതുവരെ 500 രൂപ തെരണ്ടി വിറ്റിട്ടില്ല. മത്സ്യവിലയുടെ തുടർച്ചയായ വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആശങ്ക. കേരളീയരുടെ നിത്യഭക്ഷണത്തിന്റെ ഭാഗമായ മത്സ്യം വിലക്കയറ്റത്തിന്റെ പിടിയിലാകുമ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതിദിന ചിലവ് കൂടുകയും പോഷകാഹാര ലഭ്യതയെയും ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് സൈറ്റ്, കൂത്തുപറമ്പ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.